ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭി ശ്രീനാഥിനെ പോയി കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ശ്രീ വന്നിട്ട് കുറച്ച് സമയമായോ, ഞാൻ താൻ വിളിച്ചപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തനിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ കേസിൻ്റെ കാര്യമല്ല എനിക്ക് പറയാനുള്ളത്, പേഴ്സണലായിട്ട് ഒരു കാര്യമാണെന്ന് പറയുന്നു. നമുക്കൊരു ചായ കുടിച്ചാലോ ആ തട്ടുകടയിൽ പോയിട്ടെന്ന് പറയുന്നുണ്ട്. ഓ, ഞാൻ വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് കുടിച്ചിട്ട് അങ്ങനെ സംസാരിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ജും രാഹുലും കൂടി അവിടെ ഷോപ്പിങ്ങിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഹുലാണെങ്കിൽ മുൻപ് ശ്രീനാഥിനെ കണ്ട പരിചയമുണ്ട്. മാത്രമല്ല മൃദുലിൻ്റെ പകരക്കാരനായി വന്നത് നമ്മുടെ ശ്രീനാഥ് തന്നെയാണ്. ഫുഡീസി കമ്പനിയിൽ മാനേജറാണ്, അതൊക്കെ അറിയാം. ആ സമയത്ത് അഞ്ജുനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡീസിൽ മൃദുലിൻ്റെ പകരം വന്ന സാറാണ്. സാറിനെ എനിക്കറിയാം, സാറിന് എന്നെ കണ്ട പരിചയമുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശ്രീനാഥിൻ്റെ ആ ഓർമ്മക്കുറവ് കാരണം രാഹുലിനെ മറന്നു പോയിരിക്കുകയാണ്. ആ സമയത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ആ ശരി എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുകയാണ്, ഇതെൻ്റെ വൈഫാണെന്ന രീതിയിലൊക്കെ രാഹുൽ നമ്മുടെ അഞ്ജുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴത്തേനും അഭിയാണെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ എല്ലാം പറയുമോ? ആ സമയത്ത് അഞ്ജു ഞാനും ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് താമസം എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇവർ മാരീഡ് ആണെങ്കിലും എന്ത് ചെയ്യാനാണ്, ഒരുമിച്ച് ജീവിക്കാൻ ഇവർക്ക് വിധിയില്ല. അത് കാരണം തന്നെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് സാറിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അപ്പി മെല്ലെ തന്നെ ശ്രീനാഥിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ പോയി കറങ്ങിയിട്ട് വാ, ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളെ ഇവർക്ക് കിട്ടുള്ളൂ, നമുക്ക് കുറച്ച് കേസിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നെയും രാഹുലും അഞ്ജും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു ചുറ്റിക്കളിയുണ്ട് അബിക്ക്. എന്തായാലും ഇതിൻ്റെ പുറംവശം എന്താണെന്ന് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരേക്കും ഇയാളുടെ കുറിച്ചും അതുപോലെ വർഷ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജറാണെന്ന് പോലും അഭി ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് വർഷയിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് അഭി പോകുന്നൊരു തട്ടുകടയുണ്ടായിരുന്നു, അവിടെ ഇയാളൊരു ചുള്ളൻ ചക്കിനെ കണ്ടു എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളാണ് അന്ന് രാത്രി അഭിയെ ഡ്രോപ്പ് ചെയ്തതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്, പക്ഷെ വർഷ അറിയാനും പാടില്ല. എന്തായാലും ആ തട്ടുകടയിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ വേണോ? പിന്നെ തീർച്ചയായും, കാരണം വർഷയോട് ഇത് പറഞ്ഞില്ല, അവളുടെ മാനേജറല്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല അതെനിക്ക് അറിയണം. അതിന് വേണ്ടി നമുക്ക് ഒന്ന് പോയി നോക്കിയേ പറ്റുള്ളൂ. പിന്നീടാണെങ്കിലും അഭി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അഞ്ചു കണ്ടു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ പോയിട്ട് എല്ലാവരോടും എല്ലാം കാര്യം പറയും. അതിന് നല്ലത് ഞാൻ തന്നെ ശ്രീയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അപ്പോഴത്തേനും എന്താ വക്കീല് പറയാനുള്ളത്? അത് പിന്നെ ഒരു കാര്യമുണ്ട്, ശ്രീ ഇത് ക്ഷമയോടുകൂടി ഒട്ടും വിഷമിക്കാതെയും കേൾക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. വർഷയെ ഞാൻ കണ്ടുമുട്ടിയെന്ന് പറയുന്നു. വർഷയെ കണ്ടോ, അവൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്, അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത്. ഒരാളുമായിട്ട് അവൾ പ്രണയത്തിലാണെന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രീ ആകെ തളർന്നു പോകുന്നുണ്ട് കേട്ടോ. അവന് എന്താ പറയാൻ പറ്റാത്തൊരവസ്ഥ, വർഷ എന്നെ വിട്ട് പോയോ എന്ന രീതിയിൽ. പക്ഷേ അയാൾ സാമ്യതയോടെ തന്നെ കേട്ടോ ആ ഒരു പ്രശ്നം ഡീൽ ചെയ്യുന്നതും. അപ്പോഴത്തേനും അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് സംസാരിക്കണം, പക്ഷെ അവൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതിയെന്ന് ശ്രീ വീണ്ടും പറയുന്നുണ്ട്. അത് കാണണോ ശ്രീ? കാണണം, എനിക്കവളോട് സംസാരിക്കണം, അതിനു വേണ്ടി തന്നെയാണ് എനിക്കത് കാണാനുള്ള അവസരം വക്കീൽ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു. കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവുമോ? ഇപ്പോൾ അവൾ നല്ലൊരു ജീവിതത്തിലേക്കല്ലേ, എന്തായാലും ഒരു കടപ്പാടിൻ്റെ പേരിൽ ശ്രീയെ അവൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ശ്രീയുടെ സ്വന്തമായാലും ആ ഒരു പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ അവൾക്ക് മറക്കാൻ സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ ആ വേദനകൾ അവൾ തീരിക്കൊണ്ടിരിക്കും. ശ്രീയുടെ ഭാര്യയായാലും അത് വേണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആയിക്കോട്ടെ, അവൾ മറ്റൊരാളുടെ സ്വന്തം ആയിക്കോട്ടെ, അവൾ സന്തോഷമായിട്ടിരുന്നാൽ മതി. പക്ഷേ എന്നാലും എനിക്ക് അവളെ കണ്ടേ പറ്റുള്ളൂ, എത്രയും പെട്ടെന്ന് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു രക്ഷയില്ലല്ലോ. എന്ത് പറഞ്ഞാലും ശ്രീക്ക് വർഷയെ കാണാം. ഒരു കാര്യം ചെയ്യുന്ന ആൾ വൈകുന്നേരം ബീച്ചിൽ വെച്ച് കാണാൻ സാധിക്കും, അവളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ദൂരത്ത് നിന്നാണെങ്കിലും ശ്രീക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാലും എനിക്ക് കാണാം എന്ന രീതിയിൽ തന്നെ കേട്ടോ പാവം ശ്രീനാഥ് പറയുന്നത്. വർഷയും അതുപോലെ വിവേകും ഒരുമിച്ചുള്ള കുറച്ച് നിമിഷങ്ങൾ എന്തായാലും ബീച്ചിലുണ്ടാവുമല്ലോ, അത് ശ്രീയിൽ കണ്ട് തെറ്റിദ്ധരിപ്പിക്കാനാണ് നമ്മുടെ അഭിയുടെ ശ്രമം. അങ്ങനെയെങ്കിലും തനിക്ക് ശ്രീനാഥിനെ കിട്ടണമെന്നാണ് കേട്ടോ. അപ്പോഴത്തേനും വീണ്ടും ടെൻഷനായി നിൽക്കുകയാണ്. ഇത്രയും ചതി അഭിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും 5 മണിയാൾ തട്ടുകടയിൽ പോയിട്ട് എല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ എന്നും വരാവുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്തായാലും അഭിക്ക് അയാളോട് എന്തോ ഒരു ക്രഷ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് അയാളുടെ പുറകെ ഇങ്ങനെ പോയിരിക്കുന്നത്. എന്തായാലും വർഷയോട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല.
എന്തായാലും ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് രാഹുലിനോട് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ വിവേകം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ബീച്ചിലൊക്കെ. രാഹുൽ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുമ്പോഴത്തേനും ആ ആൻറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയുന്നു. ആൻറ്റി ഒന്നുമില്ല, ആൻറ്റി അവരുടെ കല്യാണത്തിന് സമ്മതം മൂളി, അതിൻ്റെ ഭാഗമായിട്ട് വിവേക് ഒരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് രാഹുലിനെയും കൂടി വിളിച്ചോളാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓഹോ, സ്വന്തം കാര്യം തീരുമാനിക്കാനൊക്കെ ആയല്ലോ, എൻ്റെ അഭിപ്രായം ചോദിക്കാതെ എന്ന് പറയുമ്പോഴത്തേനും രാഹുൽ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പോവുള്ളൂ, എന്നാൽ പിന്നെ ഞാൻ റെഡിയാണെന്നും പറയുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമാവുന്നുണ്ട്. പിന്നീടാണെങ്കിലോ രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ അഭിയും അതുപോലെ തന്നെ ശിവയൊക്കെ. അതിനുശേഷം കഞ്ഞിയും അതുപോലെ ചുട്ട പപ്പടവും അതുപോലെ ഒക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്ന, പയറൊക്കെ ആയിട്ട്. അപ്പോഴത്തേനും അഭി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല, വർഷം എന്തായാലും കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ടല്ലേ കഴിക്കുകയുള്ളൂ, ഞാൻ കഴിക്കാൻ പോവാണ് എന്ന് പറയുന്നു. ശിവയാണെങ്കിലോ ഞാൻ വർഷം വരട്ടെ, അവൾ വന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ പറയുന്നു. പക്ഷേ അഭിയാണെങ്കിലോ ആ കഞ്ഞി ആസ്വദിച്ച് കുടിക്കുമ്പോൾ ശിവയ്ക്കും തന്നെ വിശപ്പടക്കാൻ പറ്റുന്നില്ല, ഞാനും കഴിക്കാൻ കേട്ടോ എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കഴിച്ചോളാൻ പറയുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ അഞ്ചു അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. കഞ്ഞി കുടിക്കാമല്ലോ, കഞ്ഞിയൊക്കെ പിന്നെ കുടിക്കാം, അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, ഞാൻ അഭിയുടെ കൃഷ്ണനെ ഒന്ന് കണ്ടെന്ന് പറയുന്നു കേട്ടോ. ഓ, അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുന്നു. ഇതിനു മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ അഭിയാണെങ്കിലോ വർഷയോടും ശിവയോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അഞ്ച് പറയുന്ന കാര്യങ്ങളൊന്നും അവരറിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും ആ ഒരു മാനേജർ വർഷയുടെ ഫുഡീസി കമ്പനിയുടെ മാനേജറാണെന്ന് പറയുന്നു. ആ സമയത്തും അത് ഞങ്ങളോട് പറഞ്ഞു, ഇനി എന്തായാലും സാറിൽ നിന്ന് എനിക്ക് കുറച്ച് ഇളവുകൾ കിട്ടുമല്ലോ എന്ന രീതിയിൽ തന്നെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ഒന്നും അറിയില്ല. അഞ്ചു ആണെങ്കിലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വർഷയും അതുപോലെ തന്നെ എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ അഭി വിചാരിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊക്കെ. പിന്നീടും നമ്മുടെ മല്ലികാക്കയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജുവും അതുപോലെ അഭിയൊക്കെ സംസാരിക്കുന്നുണ്ട്. മല്ലികാക്കയ്ക്കാണെങ്കിൽ ഇവരുടെ കൂടെ ബീച്ചിലേക്ക് വരണം, അതുകൊണ്ട് തന്നെ അവരുടെ കൈയും കാലും പിടിച്ചിട്ട് പറയുകയാണ്, ഞാനും കൂടെ വന്നോട്ടെ എന്ന് പറയും. നിങ്ങൾക്ക് ശല്യമാവില്ല, കാരണം നിങ്ങളെ പോലെ ഒതുങ്ങിയിരുന്നോളാം ഞാനെന്ന് പറയുന്നു. അതൊന്നും പറ്റില്ല, മല്ലികാക്കയ്ക്ക് ഇപ്പോൾ പ്രായമായി, ഒരു കുഞ്ഞുണ്ട്, ഞങ്ങളങ്ങനെയാണോ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ അഞ്ചു പാപ്പാൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറയുന്നു. എന്ന് കരുതി ഞാൻ സിംഗിളായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം അതുപോലെ കപ്പലണ്ടി എല്ലാം മേടിച്ചുകൊണ്ട് തരാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒരിക്കലും തന്നെ അവർ വരാൻ സമ്മതിക്കുന്നില്ല. അസുന്ദര മേഡം പറഞ്ഞിട്ടായിരിക്കാം ഇവരുടെ കൂടെ അവർ പോകുന്നത്. ആ സമയത്താണെങ്കിലോ വർഷമാണെങ്കിലും കുഞ്ഞിന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. മോൾക്ക് പനിയാണെന്ന് ബീച്ചിൽ പോകേണ്ട കാര്യം ഒരിക്കലും പേടിക്കേണ്ട, മല്ലികാക്കി ഉണ്ടല്ലോ, മല്ലികാക്കാനെ നമുക്ക് ആക്കിയിട്ട് പോകാം. അതിനുശേഷം തന്നെ ആൻറ്റി അങ്കിളുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും മോളെ നോക്കാമെന്ന് അവർ വാക്ക് തന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാലും ഒന്നും പേടിക്കേണ്ടടോ, താൻ പോകുമ്പോൾ ഞങ്ങളല്ലേ ഇവളെ നോക്കിക്കൊണ്ടിരുന്നത്, ടെൻഷൻ ആവണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മല്ലികാക്കയുടെ അടുത്ത് കുഞ്ഞിനെ ആക്കിക്കൊണ്ട് പോകാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും ഇന്നൊരു സംഭവം നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ മല്ലികാക്കനെ കാണുമ്പോൾ ഇത് കാര്യം അഭി പറയുന്നില്ല കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. എന്തൊരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇവരുടെ കഥ തന്നെ മാറ്റിമറിക്കുന്ന എന്തൊരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നുള്ളത് മല്ലികാക്ക തന്നെ പറയുന്നു കേട്ടോ. എന്തായാലും ശ്രീ ആണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീച്ചിൻ്റെ അവിടെ. ഈ കഥ മാറി മറിയാനായിട്ട് പോകാണ് കേട്ടോ. കാരണം ഒരു പക്ഷേ അഭി ശ്രീയെ ചതിക്കുക തന്നെയല്ലേ ചെയ്യുന്നത്. കാരണം നേരിട്ട് തന്നെ ഉള്ള സത്യം പറയാതെ തനിക്ക് വേണ്ടിയിട്ട് തന്നെ തനിക്ക് ശ്രീനാഥിനെ കിട്ടണം എന്ന പേരിൽ തന്നെ ഒരു ചതിയുടെ രീതിയിൽ തന്നെ വർഷയെ ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടിരുന്നത് എപ്പിസോഡ് കഴിയും.